കഴിഞ്ഞ എപ്പിസോഡ് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റിയായ തഷ്കന്ത് സിറ്റിയിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. സോ എനിക്ക് ജുമാ നമസ്കരിക്കണം, അതുപോലെ തന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യണം, ഇവിടുത്തെ മെട്രോ യൂസ് ചെയ്യണം. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്ന് ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ യാദൃച്ഛികമായാണ് മെട്രോയിൽ വെച്ചിട്ട് ഈ പയ്യനെ ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും. അപ്പോൾ അവൻ എന്നെ പള്ളിയിൽ കൊണ്ടുപോയി, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ ഒരുമിച്ച് മെട്രോയിൽ യാത്ര ചെയ്തു. അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല വിഷയങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ ആദ്യം കാണാൻ പോകുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്, ഏതാണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ മസ്റ്റായിട്ടും കണ്ടു തന്നെ അറിയണം. കാരണം നിങ്ങളെല്ലാവരും ഹോളിഡേ പോകുന്നവരാണ്, അതുപോലെ വ്ളോഗേഴ്സ് ആയിരിക്കാം, ഉസ്ബെക്കിസ്ഥാനിലൊക്കെ വരുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് കണ്ടിട്ട് വരാൻ ശ്രമിക്കുക. ലെറ്റ്സ് സീ ദ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. हेलो ब्रो, बरूनी मेट्रो स्टेशन പോകത്തോ? ഓക്കെ ഓക്കെ ഓക്കെ, ഇതിൻ്റെ താഴെ കേട്ടോ മെട്രോ. ഓക്കെ ഓക്കെ, റാമത്ത് അങ്ങോട്ടേക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പതിയെ. പക്ഷെ അടിപൊളി ഒരു സിറ്റി കേട്ടോ ഗൈസ്. ഇത് നല്ല ഭംഗിയുള്ളൊരു സിറ്റി, നല്ല ക്രൗഡഡും ആണ്, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനൊക്കെ കേട്ടോ. അതെ, ഇതൊരു മെഡിക്കൽ സെൻ്ററാണ് ഇവിടെ കാണുന്നത്, ഒരു വലിയ മെഡിക്കൽ സെൻറ്റർ. ഇപ്പുറത്തെ ഒരു സൂപ്പർ മാർക്കറ്റിന് ഇവിടെ കൊർസിങ്ക എന്നാന്ന് തോന്നുന്നു കേട്ടോ പറയുന്നത്. ഇവിടെ ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു ഫ്ലാഗ് കാണാൻ നമുക്ക് നേരെ. ബറൂണി, ഇനി ഇങ്ങോട്ടായിരിക്കും ബറൂണി. ബ്രോ, ഈ ബറൂണി മെട്രോ സ്റ്റേഷൻ, ബറൂണി മെട്രോ ആ മെട്രോ. ആ ഓക്കെ 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 ഓക്കെ, ഇതിൽ തന്നെ കേട്ടോ മെട്രോ പോണത്. മെട്രോ ഈസ് ഗോയിങ് ടു ചോർസു ബസാർ. ചോർസു ബസാർ, ഓക്കെ. You can go everywhere from metro everywhere. Yeah. Full access in the city. Yeah. Okay. Thank you. Now you need to go Chorsu. Now I'm going to Chorsu Bazaar. Why you? Yeah, I'm YouTube vlogging. Vlogger. Hi. What's your name? Odine. Yeah. You Uzbek? Yeah, I'm from Uzbek. Tashkent. I'm a student. You are? Student. Surat. Yeah. Surat means? I'm studying at school. Okay. You are student. Oh. What's your YouTube? My name is Sajjad Kabir. Sajjad Kabir. Yes. Okay. Where can I get the ticket? Ticket is there? You need to buy ticket from there. Okay. Thank you so much. നല്ലൊരു മനുഷ്യസ്ഥരി കേട്ടോ. അത്യാവശ്യം എന്ത് ക്രൗഡഡാണെന്ന് നോക്കി ഗൈസ് മെട്രോയിൽ. ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ വന്നപ്പോഴല്ലേ ഇവിടുത്തെ ശരിക്കുള്ള തിരക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ചോർസോ ബസാർ ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോവാം കേട്ടോ. എത്ര രൂപ ആവുമെന്ന് ചോദിക്കാം. ഇവിടെ എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം ഉസ്ബെക്കിലാണ്ടൊന്നും അറിയില്ല. ഹായ്. ഓ, ആളിച്ചു മോടെ ചേട്ടാ, മൈൻഡില്ല. ഹലോ ഹായ് പറഞ്ഞപ്പോൾ കേൾക്കുന്നില്ല. അതാ ഹലോ ഇരിക്കട്ടെ. ഇവിടെ പാസ്പോർട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. ഹായ്. ചോർസു ബസാർ 2000 രൂപ കേട്ടോ. അപ്പോൾ ഒറ്റ ടിക്കറ്റേ ഉള്ളൂ ഇവിടെ. ഓക്കെ, താങ്ക് യു ഗൈസ്. ഡേ ഇതാണ് ടിക്കറ്റ് കേട്ടോ. QR കോഡൊക്കെ വെച്ചൊരു ചെറിയൊരു തുണ്ട് കടലാസാണ് നമുക്ക് ടിക്കറ്റ്. ഞാൻ സ്ഥലമൊന്നും പറഞ്ഞില്ല, പക്ഷെ 2000 രൂപ വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലായിടത്തോട്ടും ഒറ്റ റേറ്റാണെന്ന് കേട്ടോ തോന്നുന്നത് മെട്രോയിൽ. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നല്ല പൈസ കുറവാണ് ഗൈസ്. ഇന്നലെ എനിക്ക് ആ ബസ്സിൽ വന്നപ്പോൾ മനസ്സിലായത് കേട്ടോ, നല്ല ചീപ്പാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. അതേ ഒരു സ്റ്റെപ്പൊക്കെ കയറി. സ്റ്റേഷൻ എവിടെയാണെന്ന് കാണുന്നില്ല ഇതുവരെ. അയ്യോ, ഇത് പുറത്തേക്കാണല്ലോ നമ്മളെത്തിയത്. അയ്യോ സോറി. നോ ബ്രോ, ഗൈസ് വഴി മാറിപ്പോയി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ. ഈ ട്രെയിൻ എവിടെയാണ് കേട്ടോ. നമ്മൾ എന്ത് മണ്ടനാണെന്ന് നോക്കിയാൽ ഗൈസ്. ഞാനങ്ങ് ഇറങ്ങി പുറത്തോട്ട് പോവാം. ഇറങ്ങി ഞാൻ അറിയുന്നില്ല, അവിടുന്ന് അങ്ങോട്ട് തന്നെ വീണ്ടും പോകണ്ട. നമ്മൾ ടിക്കറ്റ് എടുത്തതിൻ്റെ അടുത്തുനിന്ന് റൈറ്റ് എങ്ങാണ്ട് കേട്ടോ പോകണ്ടേ. ഇത് പറയാനാന്ന് പറയാം. അതെ, ഇങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത്. നമ്മളിവിടെ ടിക്കറ്റ് എടുത്തത്. ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ടങ്ങ് പോയി. നമുക്ക് നേരെ പോയിട്ട് റൈറ്റ് എടുക്കണം കേട്ടോ. ഇവിടെ സംഭവം, ഇവിടെ എനിക്കൊന്ന് QR കോഡ് വെച്ച് കൊടുക്കണം. തുറന്നു. അത് മാറത്തൊന്നുമില്ല കേട്ടോ. QR വെച്ചിട്ട് പച്ച കത്തുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ തള്ളി കൊടുക്കണം, അപ്പോഴേ അത് മാറും കേട്ടോ. അതേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയാണ് നമ്മൾ. ബറൂണി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നൈസ് വൈബാണല്ലോ ഗൈസ്, അടിപൊളി. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു പ്രത്യേക രീതി കേട്ടോ. നല്ല രസമുണ്ട്. ആ ഒരു വൈബിലാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്ന. സംഭവിച്ച് നല്ല പഴയ മെട്രോ സ്റ്റേഷനാണ്. ഇതേ കണ്ടില്ലേ, ഇതേ മതിലൊക്കെ ഇച്ചിരി ഇതൊക്കെ ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രത്യേക വൈബുണ്ട്. ഒരു കിടിലം പ്ലേസ് കേട്ടോ ഗൈസ്, അടിപൊളിയാണ്. ഇവിടെ ഒരു ടീമുകൾ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്.
ന്യൂസ് ചാനലാണെന്ന് തോന്നുന്നു. ഹായ് 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 ഹായ്. ആ India. India? Yeah. Oh. You from Uzbek? Uzbek. Nice to meet you. What's your name? My name is Abbas. 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 I'm Sajjad. Sajjad. Thank you. Nice to meet you. ഗൈസ് ഇവിടെ 2 ട്രാക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ ഒരു ട്രാക്ക്, ഇവിടെ ഒരു ട്രാക്ക്. സാർ ചോർസു ബസാർ ട്രെയിൻ ഹിയർ? ഓക്കെ. ഇവിടെ നിന്നാണ് ചോർസു ബസാറിലേക്കുള്ള ട്രെയിൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു ലൈറ്റ് സെറ്റിങ്ങും ആ ഒരു സെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ UAE മെട്രോയെ പോലെയൊന്നുമില്ല. മെട്രോ എത്തി ഗൈസ്, മെട്രോ എത്തി. എൻ്റെ പൊന്നെ, പഴയ മെട്രോ ആണ് കേട്ടോ ഗൈസ്. ഭയങ്കര ഓൾഡ് മെട്രോ ആണ് കേട്ടോ. എന്ത് തിരക്കാന്ന് നോക്കിയാൽ നല്ല ക്രൗഡഡാണ്. പിന്നെ തിരക്കൊന്നും നമുക്കൊന്നുമല്ല. UAE മെട്രോയിൽ പോകുന്ന ആൾക്കാർക്ക് ഈ തിരക്കൊന്നും ഒന്നുമല്ല കേട്ടോ. UAE ഇഷ്ടംപോലെ തിരക്കാണ് ഇതിൻ്റെ അപ്പുറം, രാവിലെ വൈകിട്ടുമൊക്കെ. പക്ഷെ എന്നാലും തിരക്കുണ്ട് കേട്ടോ. ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോവാണ് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരാണ്. എൻ്റെ പൊന്നെ, നിങ്ങൾ ഇവിടെ വന്നാലും ഞാൻ പറയുന്നത് ഈ ടാക്സി ഒന്നും എടുക്കരുത് കേട്ടോ. നിങ്ങൾ ടാക്സി എടുക്കാതെ ഈ പറയുന്ന ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ തന്നെ യൂസ് ചെയ്യുക. ബസ്, ട്രെയിന്, അല്ലെങ്കിൽ ഈ പറയുന്ന മെട്രോ ട്രെയിൻസ്, ഇതൊക്കെ തന്നെ കേട്ടോ നല്ലത്. നമ്മളല്ല ടാക്സിയൊക്കെ എടുക്കുമ്പോൾ എന്ത് പൈസയാണ് പോകുന്നതെന്നറിയാം. നമ്മളറിയത്തില്ല. 10,000, 9,000, 12,000 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത്രയല്ലേ ഉള്ളൂ, പോട്ടെ എന്ന് പറഞ്ഞങ്ങ് നിൽക്കും. പക്ഷേ ഇത് അതിലും ചീപ്പാണ്. 1,000, 2,000-ത്തിനൊക്കെയാണ് നമുക്ക് ബസ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റൊക്കെ കിട്ടുന്നത് കേട്ടോ. ഗൈസ് ഒരുപാട് ഈ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ടതേ ഇപ്പുറത്ത് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഈ ചേഞ്ച് വരുന്ന ഒരു സ്റ്റേഷനാണെന്ന് തോന്നുന്നു കേട്ടോ. ഇൻ്റർചേഞ്ച് ഉള്ള സ്റ്റേഷനാണെന്ന് തോന്നുന്നു കേട്ടോ. ആൾക്കാർ ഇറങ്ങിയിട്ടത് ഇപ്പുറത്തോട്ട് നിൽപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരും ട്രെയിൻ കാത്തിരിക്കുകയാണ്. സംഭവം എന്തായാലും നൈസാണ് കേട്ടോ. എനിക്ക് മെട്രോ സ്റ്റേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അണ്ടർഗ്രൗണ്ടിൽ ഒരു ചെറിയ ലൈറ്റും ചെറിയൊരു വെട്ടവും പിന്നെ ഇവിടുത്തെ ആൾക്കാരും പുതിയ ആൾക്കാരൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു മൈൻഡിൽ ഇങ്ങനെ വരൂലേ, ഇത് കൊള്ളാമല്ലോ സെറ്റപ്പ്, പുതിയതായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് കേട്ടോ. കാരണം ആൾക്കാരൊക്കെ സ്വെറ്ററും ജാക്കറ്റും ഒക്കെ ഇട്ട് ഒരു പക്ക യൂറോപ്യൻ സ്റ്റൈലിൽ നിൽക്കുന്നു. സോറി ബ്രോ, സോറി. കഥ പറഞ്ഞ് പോയി ചെറുക്കനെ റെഡി അടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മെസ്സിയുടെ ജേഴ്സിയും കൂടിയിട്ടല്ലേ ഇരിക്കുന്നത്. എല്ലാവരും നോക്കുന്നുണ്ട് നമ്മൾ ഈ മെസ്സിയുടെ ജേഴ്സിയും 10 നമ്പരും ഒക്കെ. അതെനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എങ്ങനെ നോക്കുന്നത് അതാ. ചില ആൾക്കാർ പറയും മെസ്സി എന്നാണ് ചിലർ വിളിക്കുന്നത് കേട്ടോ എന്നെ. അല്ല, ഞാൻ കളിയുടെ വെച്ചല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ ഊക്കാൻ നിൽക്കല്ലേ കമൻറ്റ് ചെയ്ത്. മെസ്സി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജേഴ്സിയിൽ മെസ്സി എന്നായതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മെസ്സി എന്ന് എല്ലാവരും വിളിക്കുന്നത് കേട്ടോ. നല്ല ടൈം എടുക്കുന്ന കേട്ടോ. 5 മിനിറ്റിലൊന്നും മെട്രോ ഇല്ല കേട്ടോ. നമ്മൾ ദുബായ് വരുന്ന പോലെ. ഹായ്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ കേസ് ഇവിടെ. ഞാൻ ഇതുവരെ ഒരു മലയാളിയെ കണ്ടില്ല. ഞാൻ ശരിക്കും ഒന്ന് കൊതിക്കുകയാണ് ഏതെങ്കിലും ഒരു മലയാളി ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇവിടെ വെച്ചിട്ടേ. ഇതുവരെ എനിക്കൊരു മലയാളിയെ കണ്ട് മുട്ടാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല. വരുന്നുണ്ട് നമുക്ക് പോകാനുള്ള. പക്ഷേ ഭയങ്കര ക്രൗഡഡായി. ഇടിച്ച് കയറണം കൈസ്. ഞാനൊന്ന് ഇടിച്ച് കയറട്ടെ. ഫുൾ ഫ്രീ ആണ് കേട്ടോ. ട്രെയിനകത്ത് ആളൊന്നുമില്ല. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് കേട്ടോ. ഇതെനിക്കൊന്ന് എൻഡിങ് സ്റ്റേഷനാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവിടുന്ന് ഒരു തിരക്കുമില്ല കേട്ടോ. എൻ്റെ പൊന്നെ, ആൾക്കാരൊക്കെ ഇടിച്ച് കയറുവാണ്. നമുക്ക് ലേഡീസാണോ ഒന്നും അറിയാൻ വയ്യ. ഞാൻ ഇരിക്കുന്നില്ല. എന്തായാലും നമുക്കിവിടെ നിൽക്കാം. ചോർസു ബസാർ സ്റ്റേഷൻ 1, 2, 3. 3 മൂന്നാമത്തെ സ്റ്റേഷനാണ് കേട്ടോ ചോർസു ബസാർ. ഇത് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലെ തിരക്കാണ് കേട്ടോ. ചെറിയ ഇളം ലൈറ്റും ഭയങ്കര വെട്ടമൊന്നും ഇല്ലാത്ത ആ ഒരു എന്താ പറയുക, ഈ ഒരു ആംബിയൻസ് തന്നെ നിങ്ങൾക്ക് ഒരു കൗതുകമായിട്ട് തോന്നും കേട്ടോ. ഭയങ്കര സൗണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ. നല്ല ഇരുട്ടാണ് കേട്ടോ. ഒരു രീതിയിലുള്ളൊരു എന്താ പറയുക, വെട്ടം വളരെ കുറവാണ്. ഒന്നും കേൾക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ എത്തിയിട്ട് സംസാരിക്കാം. ഇതാ ചോർസു ബസാർ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ബൈ. ചോർസു ബസാറിലിത് അത്യാവശ്യം കുറച്ചുകൂടി ലൈറ്റും വെളിച്ചമൊക്കെ ഉള്ളൊരു സ്റ്റേഷനാണ് ചോർസു. ഓക്കെ ബ്രോ, സോറി. ഓക്കെ, ഈ ബ്രോ നമ്മൾ മെട്രോയിൽ വെച്ച് പരിചയപ്പെട്ട കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു നമസ്കാരം
ജുമാ നമസ്കരിക്കണമല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ സമയം എത്രയാണെന്ന് ചോദിച്ചു. കാരണം ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. പുള്ളി പറഞ്ഞത് ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ പള്ളിയുണ്ട്, ഇപ്പോൾ നിസ്കാരം തുടങ്ങത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിസ്കരിക്കാനായിട്ട് പോകാം കേട്ടോ. മുഹമ്മദ് അലി. ഓക്കെ. സജാദ്. നീഡ്? നോ നീഡ്. ഓക്കെ. ഇത് വേണ്ട കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ ഒന്നും വേണ്ട കേട്ടോ. തിരിച്ചിറങ്ങുമ്പോൾ ഇങ്ങനെ ഡോർ തുറന്നെങ്കിൽ ഇറങ്ങി മതി. നമ്മൾ UAE നാട്ടിലൊന്നും പോലെ രണ്ടാമത് ഇറങ്ങാൻ നേരത്ത് മറ്റേ ടോക്കൺ വെക്കുകയോ പേപ്പർ വെക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ ഇറങ്ങി. നമസ്കാരം കഴിയാതിരുന്നാൽ മതി. കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. സമയമാവുന്നേ ഉള്ളൂ എന്ന് പറയും. നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ ചോർസു ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ തന്നെ അറിയപ്പെടുന്നൊരു മാർക്കറ്റാണ് കേട്ടോ. നേരെ ബസാറിലാണ് കേട്ടോ കയറുന്നത്. ഇവിടെ നേരെ വന്ന് കണ്ടില്ലേ ഫസ്റ്റ് ചോർസു ബസാർ സ്റ്റാർട്ടിങ്. കാണുന്ന തന്നെ അത് ഫ്രണ്ടിൽ കാണുന്ന ജട്ടിയാണ് കേസ്. ഫസ്റ്റ് കയറി വന്നത് ജട്ടിയാണ് കാണുന്നത് കേട്ടോ. അതെ എന്തല്ലേ ഫസ്റ്റ് എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് കൊള്ളായിരുന്നു. കയറി വന്നിട്ട് ജട്ടി കാണാൻ പറ്റി. ഓക്കെ. മസ്ജിദ് ഓക്കെ. മസ്ജിദ് ഇവിടെ ഉണ്ട് കേട്ടോ കേസ്. ഇപ്പം നമുക്ക് നമസ്കാരം കഴിഞ്ഞിട്ട് ചോർസു ബസാറിൽ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ, ജാക്കറ്റിൻ്റെയൊക്കെ വിലയും ചോദിച്ച് കാര്യങ്ങളൊക്കെ കേട്ട് നമുക്ക് ഈ തഷ്കന്ത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഒരുവിധം കവർ ചെയ്യാം കേട്ടോ. ഇപ്പം മസ്ജിദിൽ തന്നെ എന്നെ കൊണ്ടുപോകണം. കാരണം എല്ലാ സാധനവും ഈ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പാവം. മസ്ജിദ് ടൈം ഓക്കെ. ഉസ്ബെക്കിസ്ഥാനിലെത്തിൻ്റെ ആദ്യത്തെ ചുമ ആണ് മോനെ, നീ ഇല്ലാതാക്കല്ലേ. ഓക്കെ. ഇപ്പോൾ അവന് സ്പീഡ് കൂടി കേട്ടോ. ഇത്ര നേരം ഞാനായിരുന്നു സ്പീഡിൽ, ഇപ്പോൾ അവന് സ്പീഡ് കൂടി. ഇതിനകത്ത് പലതരം എൻട്രൻസുകളുണ്ട് കേട്ടോ. ഇവിടെ ചെറിയ ഇടുക്കുകളൊക്കെ ഉണ്ട് ഇതേപോലുള്ള ഈ സൈഡിലൊക്കെ. അവിടെ നിന്നൊക്കെ ആൾക്കാർ കയറി വരുന്നുണ്ട് പുറത്തുനിന്ന്. അത് ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാർക്ക് അറിയത്തുള്ളൂ കേട്ടോ. ഇവിടെ എല്ലാം ഇവരുടെ മറ്റേ ട്രഡീഷണൽ സാധനങ്ങളാണ്. മറ്റേ ബണ്ണും ഞാനും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതേ കണ്ടില്ലേ, ഇവിടെ എല്ലാം ബണ്ണും ഞാനും ഒക്കെയാണ്. അള്ളാഹു ഇതേ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ, മീനൊക്കെ ഉണക്കിയൊക്കെ വെച്ചേക്കുന്നത് കൈസ്. ഇതേ മീന്, പിന്നെ മസാല ഇട്ട മീന്, അല്ലാത്ത മീന്, അതേ ഫുള്ള് പൊരിച്ച് വെച്ചേക്കുന്ന മീൻ, കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതേ കണ്ടില്ലേ. ഞാൻ കുറച്ച് ഹറി ആയിട്ട് നിൽക്കുകയാണ്. കാരണം എനിക്ക് നേരെ പള്ളിയിൽ പോകണമെന്നാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാഴ്ചകൾ കാണിക്കാനാണ്. അപ്പോൾ അവനിങ്ങനെ പാവം, അവൻ പുതിയ ആൾ എന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നില്ല. ആ ഒരു എന്താ പറയുക, അത് അവൻ്റെ ഒരു സ്നേഹവും അവൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഓക്കെ. അത് അവൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്നേഹവും അല്ലേ, നമ്മൾ ആ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. അതുകൊണ്ടാണ് അവൻ നമുക്കിങ്ങനെ കാണിച്ചു തരുന്നത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പള്ളി കയറാനുള്ളൊരു ഹറിയിലാണ്. ദിസ് മസ്ജിദ് ഓക്കെ. അത് ഇത് 2 പള്ളി, 2 മസ്ജിദ്. ഓക്കെ. ഒതു എടുക്കണമെങ്കിൽ അവിടെ പോകണമെന്ന് അവൻ പറഞ്ഞു കേട്ടോ. ഇതിനകത്ത് നിസ്കരിക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ ഒതു എടുത്തില്ല. അതവൻ പറഞ്ഞത് ഇതിനകത്ത് ആൾക്കാർ നിസ്കരിക്കുന്നുള്ളൂ. ഇത് എന്നെ കാണുന്നില്ല, ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഒതു എടുത്ത് നിസ്കരിച്ചിട്ട് കാണാൻ കഴിച്ചു. നമസ്കാരം കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മൾ പരിചയപ്പെട്ടാണ് കേട്ടോ. ബ്രോ, യുവർ നെയിം വൺ മോർ? യുവർ നെയിം ഈസ് റാഷിദ്. റാഷിദ് ബ്രോ ഇവിടെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ് കേട്ടോ പുള്ളി. ഇപ്പോൾ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്താണ് പരിചയപ്പെട്ടത്. കണ്ടില്ലേ, ഇത് നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ ബ്രോയുടെ മറ്റേ നെയിം ബ്രോ? മുഹമ്മദ് അലി ബ്രോ ഇവിടെ ഉണ്ട്. ഇപ്പുറത്തെ മറ്റേ റാഷിദ് ബ്രോ ഉണ്ട് കേട്ടോ. നമ്മളത് ഇറങ്ങുന്നത്. യെസ്, ഡൂയിങ് ബ്ലോഗിങ്. Seriously? Yes, YouTube. Yeah. Which name of? Sajjad Kabir, my name. Wow. Okay, thank you so much. നമുക്ക് 1-2 ഫോളോവേഴ്സിനെ കിട്ടിയിട്ടുണ്ട്.
ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും ഇരിക്കട്ടെ എന്നേ കുറച്ച് സബ്സ്ക്രൈബേഴ്സ്. This is my name. ദിസ് യുവർ നമ്പർ? ഓക്കെ ബ്രോ, ഐ വിൽ സേവ് യുവർ നമ്പർ ആൻഡ് ഐ മെസ്സേജ് ത്രൂ വാട്സ്ആപ്പ്. ഓക്കെ നൈസ് ടു മീറ്റ് യു. താങ്ക് യു. Good luck for you. ഓക്കെ ബൈ ബൈ. Bye. താങ്ക് യു. ഓക്കെ ബ്രോ, ബൈ. Goodbye. Goodbye. Come, bro. Bro, we have to eat something. Eat. Plof. വെള്ളിയാഴ്ചയായിട്ട് നമുക്കൊരു ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ചെറുക്കൻ നമ്മളവിടെ കട്ടയ്ക്കുന്ന ചെറുക്കനാണ്. കട്ടയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ പാവ, അവൻ്റെ ജാക്കറ്റാണ് അവൻ എനിക്ക് നിസ്കരിക്കാനായിട്ട് തന്നത് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി അവൻ്റെ ജാക്കറ്റിൽ നിന്നാണ് നിസ്കരിച്ചത്. അവൻ നമ്മളെ കൊണ്ടുപോയി കറക്റ്റ് സമയത്ത് പള്ളിയിലെത്തി, കറക്റ്റ് സമയത്ത് ഒന്നുമെടുത്ത് ഇറങ്ങാൻ പറ്റി, കറക്റ്റ് സമയത്ത് നമസ്കരിക്കാൻ പറ്റി. ഞാൻ ജീവിതത്തിൽ ഇത്രയും തിരക്കുള്ളൊരു പള്ളിയിൽ നമസ്കരിച്ചിട്ടില്ല. UAE-ലാണെങ്കിൽ പോലും ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. അത്രയും, കാരണം രണ്ട് ഇതുണ്ടോ, ഇത് ഒരു പള്ളിയാണ്, ഇത് അവിടെ ഒരു പള്ളിയാണ്. ഈ രണ്ട് പള്ളി ഫുള്ളായിരുന്നു കൈസ്. ഫുള്ളെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഞാൻ അവനും ഒത്ത് ഒരു പ്ലോഫ് കഴിക്കാമെന്ന് വിചാരിക്കും. നമ്മളിതുവരെ പ്ലോഫ് കഴിച്ചിട്ടില്ലല്ലോ ഇവിടുത്തെ. അപ്പോൾ അവനുമായിട്ട് കഴിക്കാമെന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഞാൻ അവനെ ക്ഷണിക്കുകയാണ് കേട്ടോ. എനിക്ക് ഉസ്ബക്കിൽ ക്ഷണിക്കാൻ അറിയത്തില്ല. ചെറുക്ക മുഹമ്മദ് അലിയാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് മെട്രോയിൽ നിന്ന് ജോയിൻ ചെയ്ത പയ്യനാണ്. നല്ല സ്നേഹമുള്ള ആൾക്കാരും നല്ല സ്നേഹമുള്ളൊരു പയ്യനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. ഞാൻ അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. Restaurant'a boramiz mi? Shall we go to a restaurant? നമുക്ക് നല്ല പ്ലോഫ് കഴിക്കണം. പുലാവ് കഴിക്കണം. ഉസ്ബെക്കിസ്ഥാനിൽ അർഗഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ ഈ വീഡിയോ കാണിച്ചു. ഇവിടെ ആൾക്കാരൊക്കെ ഒരുപാട് പേര്. ഓക്കെ സെറ്റായി. ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തു, അതേ നടക്കത്തുള്ളൂ, പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ഓക്കെ താങ്ക് യു. അപ്പോൾ വെള്ളിയാഴ്ചയായിട്ട് നമ്മളിനി എവിടെ ആണെങ്കിലും ഇൻഷാല്ലാ ഒരു ബിരിയാണി കഴിക്കാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നു. അത് നടക്കട്ടെ. എന്തായാലും ഇവിടെ നമ്മളൊരു ബിരിയാണി കഴിക്കാനുള്ള പ്ലാനാണ് ഗൈസ്. അപ്പോൾ നമ്മളിതേ ചെറുക്കനുമായിട്ട് നമ്മൾ മുഹമ്മദ് അലിയായിട്ട് ഇവിടുത്തെ ഇവിടുത്തെ നാഷണൽ ഫുഡായിട്ടുള്ള പ്ലോഫ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിരിയാം എന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇപ്പോൾ അവനാണ് വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. അവൻ്റെ നിന്ന് ക്യാമറ വാങ്ങിച്ചു. അപ്പോൾ അവൻ നമുക്ക് ഇതൊക്കെ കാണിച്ചു തരുവാ കേട്ടോ. അവൻ തന്നെ ക്യാമറ വാങ്ങിച്ചിട്ട്. ഇപ്പോൾ അവനാണ് വ്ളോഗർ. ഞാൻ അവൻ്റെ കൂടെ ഉള്ള ആളാട്ടോ. ഇവിടുത്തെ ഉസ്ബെക്കി. അവന് ഭയങ്കര ആഗ്രഹം ക്യാമറ ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഗോപ്രോ അല്ലേ ഗൈസ്, ഇങ്ങനെ തിരിച്ചും മറിച്ചു നോക്കിയാൽ ഞാൻ സംസാരിക്കാറ്. അപ്പോൾ അവന് ആഗ്രഹം, അവന് എന്നെ പിടിക്കാന്ന്. അപ്പോൾ നല്ല കാര്യം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കാമല്ലോ. ഏതാ ഇത്രയും നാൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ ക്യാമറാമാൻ അലിയോടൊപ്പമാണുള്ളത് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും ക്യാമറാമാൻ അലിയോടൊപ്പം സജാദ് കബീർ പ്ലോഫ് കഴിക്കാൻ പോകുന്നു. കം വിത്ത് മീ ഗൈസ്. ഗൈസ് നമ്മളതേ അലി ഇതാ നമ്മളെ ഒരു എന്താ പറയുക ഒരു പ്ലോഫ് ഉള്ളൊരു കട ഈ ബസാറിനകത്ത് തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു കേട്ടോ. ഇവിടെ ബസാർ പ്ലോഫ് നമ്മൾ കുറേ ദിവസം കൊണ്ട് ഇത് കാണുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നിങ്ങൾ. പക്ഷേ ഇതുവരെ കഴിക്കാൻ പറ്റിയില്ല. നല്ല എണ്ണയാണ് കഴിച്ച് കണ്ടില്ലേ, അത് അത്യാവശ്യം നല്ല എണ്ണയാണ്. ഒരു തവണയൊക്കെ നമ്മൾ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ അവർ. ഓക്കെ ബ്രോ ഓക്കെ കം. അപ്പോൾ 2 പ്ലോഫ് പറഞ്ഞു. നമ്മളിതാ കഴിക്കാനായിട്ട് ഇരിക്കാൻ പോവാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫുള്ളാണ് കേട്ടോ. ഓക്കെ റഹ്മത്ത്. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് ഇരുന്ന് കഴിക്കാൻ പോവാട്ടോ ഗൈസ്. ഇവിടെ അത്യാവശ്യം ഈ ബസാറിനകത്ത് കഴിക്കാതിരിക്കുന്ന ആൾക്കാരാട്ടോ. ഹായ് കണ്ടോ, നല്ല തിരക്കാണ്. എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുക കേട്ടോ പ്ലോഫ്. ഈ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിയാൻ പോയി. എവിടെ എല്ലാവരും വെള്ളിയാഴ്ച നമ്മൾ കഴിക്കുന്ന പോലെ ബിരിയാണിയൊക്കെ കഴിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനും അലിയുണ്ട്. അലിതാ ഇവിടെ ഇരിക്കുന്നു, ഞാൻ എന്താ ഇവിടെ ഇരിക്കാൻ പോകുന്നു. ഈ ചെറിയ സെറ്റപ്പ് ആട്ടോ ഇരിക്കാനൊക്കെ അല്ലേ. ചെറിയ ടേബിൾ, നമ്മളൊരു ചെറിയ സെറ്റപ്പിലാണ്. ഇന്റർനെറ്റ് ഇടയ്ക്ക് ഇഷ്യൂ ആളിയാ, നീ വിചാരിക്കുന്ന പോലല്ല. രണ്ടെണ്ണം പറഞ്ഞു കേട്ടോ. ടിഷ്യൂ പേപ്പർ കൊണ്ടുവച്ചു. 2 ചെറിയ ബൗൾ കൊണ്ടുവച്ചു. ഇത് എന്തിനാണെന്നറിയില്ല. സാധനം വരുമ്പോൾ നമുക്കറിയാം. നമുക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയത്തില്ല. നമ്മളിപ്പോൾ വന്നിരുന്ന് പഠിക്കുവാണല്ലോ രീതികളൊക്കെ. പ്ലസ് ഉണ്ടോ? പൈസ ഉണ്ടോയെന്നാട്ടാ ചോദിച്ചപ്പോൾ അവൻ വിചാരിച്ച് അവനെ കൊണ്ട് കുടിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. പൈസ ഉണ്ടോയെന്ന് ചോദിച്ചാട്ടോ. അതേ സാധനം വന്നു ഗൈസ്. ഈ സാധനം ഇതാണ് 2 ബിരിയാണി കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഇതും കൂടി വന്നിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഉസ്ബെക്ക് പ്ലോഫ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഉസ്ബെക്ക് പ്ലോഫ് കഴിക്കാൻ പോവുകയാണ്. ബീഫ് നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കട്ട് ചെയ്തിരുന്നത്. കട്ട് ചെയ്ത് കുറച്ചേ ഉള്ളൂ ബീഫ്, ബാക്കി കൂടുതൽ റൈസാണ്. അതേ അലി കഴിക്കാൻ പോകുന്നു. ഹൗസ് ഇറ്റ് ഗുഡ്?
ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടൻ ചായ കുടിക്കാനാട്ടോ. ഇവിടെ എല്ലായിടത്തും ഫ്രീ ആയിട്ട് കട്ടൻ ചായ കിട്ടും. മധുരമോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. തേയില വെള്ളം ജസ്റ്റ് അത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അതിങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാം. ജസ്റ്റ് ഒരു ചൂട് വെള്ളം കുടിക്കുന്നവരെ കുടിക്കാം. അപ്പോൾ നമുക്ക് ഓക്കെ താങ്ക്സ് കട്ടൻ ചായ കുടിച്ച് തുടങ്ങാം. അടിപൊളി. ഇത് നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് കഴിക്കാനാണ് പൂതി കേട്ടോ. നമ്മളിത് കഴിക്കാൻ കൊതിയായി. ഓക്കെ എങ്ങനെ ഓക്കെ ഇതും കൂടെ കഴിക്കണമെന്നാണ് അവൻ പറയുന്നത് കേട്ടോ. ഓഫ് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ പൊന്നളിയാ, പൊളി അളിയാ, ഒരു രക്ഷയില്ല. ഇത് നല്ല ബീഫിൻ്റെ ഫാറ്റും പിന്നെ ഇത് എണ്ണ മാത്രമല്ല കേട്ടോ, ഇതിൽ ബീഫിൻ്റെ ഫാറ്റും കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഇത്ര ഓയിലായിട്ട് തോന്നുന്നത്. പിന്നെ ക്യാരറ്റും മറ്റ് വെജിറ്റബിൾസും മാത്രമേ ഉള്ളൂ, വേറെ മസാലാസ് ഒന്നും ഉപയോഗിക്കത്തില്ല. ബീഫ് ബീഫ് എന്നൊക്കെ പറഞ്ഞാൽ പ്യുവർ ബീഫ്, വേറെ ഒന്നുമില്ല, മസാലയും പൊടിയും ഒന്നുമില്ലല്ലോ. ഉപ്പും ബീഫും ചോറും വെജിറ്റബിൾസും ഓയിലും. പക്ഷേ ഗൈസ് നല്ല ഓയിലും ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഇതൊരു സാലഡ് ഉണ്ട് കേട്ടോ. നല്ല ഉപ്പിലിട്ട ക്യാബേജ് ആണെന്ന് തോന്നുന്നു, എന്താ സംഭവം തന്നെ. നല്ല ഉപ്പിലിട്ട സാലഡ്. നമ്മുടെ നാട്ടിൽ നമ്മൾ മസാല എടുത്തിട്ട് കഴിക്കുന്നവരല്ല, ബീഫിൻ്റെ മസാലയും ചോറുമായിട്ട് ബിരിയാണി കഴിക്കുന്നവരെ ഒരിക്കലും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ബിരിയാണി, മന്തി, നെയ്ച്ചോറ് ഒന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണേ കേട്ടോ. അവൻ ചോറിനേക്കാളും കൂടുതൽ ബ്രെഡാണ് കേട്ടോ കഴിക്കുന്നത്. ഇവിടെ എല്ലാവരും ബ്രെഡാണ് കഴിക്കുന്നതെന്ന് പറയത്തില്ല. ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് കേട്ടോ. വാട്ടർ അവൻ എണീറ്റ് പോയി. ചേടാ നിന്റെ ഇതെന്താ സാധനം എന്ന് അറിയാൻ പോയി. ഇതിന് ക്യാരറ്റ് ആണോ എന്നറിയില്ല. സർസ എന്നാണ് പറയുന്നത് കേട്ടോ. എന്താ നോക്കട്ടെ. ഇതൊരു വെജിറ്റബിൾ ആട്ടോ. അതെന്തോ പറയുന്നു. ഇത് ഒരുപാടൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുന്ന പോലെ വാരി വലിച്ചങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല. വളരെ പരിമിതിയിൽ കുറച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. കത്തി റേറ്റ് ആയിരുന്നു കേട്ടോ. 80,000 രൂപയായി കേട്ടോ. അത് സാധാരണ അത്രയും പൈസ ഇല്ല, രണ്ടുപേർക്ക് ഒരു 50 രൂപ ആവത്തേ ഉള്ളൂ. പക്ഷേ 80,000 രൂപയായി. അപ്പോൾ 80,000 രൂപ കഴിഞ്ഞിട്ട് നമ്മൾ ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ലെങ്ത് ഉള്ള ഈ ജാക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടൈപ്പ് സാധനം കണ്ടോ, ഈ ടൈപ്പ് സാധനമാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ റേറ്റ് കുറച്ച് കിട്ടുവാണെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഈ മാർക്കറ്റിലാകുമ്പോൾ കുറച്ച് പൈസ കുറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നോക്കട്ടെ. ഇതാണ് സാധനം. കുറച്ച് ലെങ്ത് ഉള്ള സാധനമാണ്. ഫുള്ള് കവറായിട്ട് നിൽക്കുകയും ചെയ്യും. മനസ്സിലായി. നമ്മൾ 2 പാൻറ്റൊന്നും ഇടേണ്ട ആവശ്യം വരില്ല തണുപ്പ് വരുമ്പോഴേ. സാധനം ഓക്കെ. ഹിന്ദുസ്ഥാൻ ഇന്ത്യ. മുസ്ലിം ഇന്ത്യൻ മുസൽമാൻ. ഓ കളർ ബ്ലാക്ക് ബ്ലൂ കളർ. ഓക്കെ. ഇതിന്റെ റേറ്റ് എത്രയാന്ന് നോക്കിട്ടെ എന്തായാലും. ഇതിന്റെ വില കേൾക്കുമ്പോൾ അറിയാൻ കഴിച്ചു എത്ര റേറ്റ്. അണ്ടർടാക്കറെ പോലെ ഉണ്ടല്ലേ
കറക്റ്റ്. കൊള്ളാം. Small? സോം സോം Som? Dollar? ഡോളർ Dollar som? Som? സോം. Turizm. Turizm. Aç turizm. Aç. Telefon. ടൂറിസ്റ്റിമിയ എത്ര രൂപയാണോ എന്തോ ഭയങ്കര വിലയാണെങ്കിൽ നമ്മൾ നമ്മളെ വാർഡിന് പോവും. على أوزبك رقص. ഓ കിമത്ത് കിമത്ത് كمات. 280 lira. കിമത്ത് شو ساسة تتصل. കിമത്ത് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് എന്നാട്ടോ. അത് ഞാൻ ഇപ്പോൾ പഠിച്ചതാ. Yanıyor. ഓ 3,80,000 രൂപ ഗൈസ്. 280 lira. 3,80,000 എന്ന് പറയുമ്പോൾ നമുക്ക് ഡോളറിൽ എത്ര രൂപയാണെന്ന് നോക്കാം. أوزبك 3,80,000 113 ദിർഹംസ്. ഇന്ത്യൻ മണി 2,550 രൂപയാണ് ഈ സാധനത്തിൻ്റെ വില കേട്ടോ. ഡോളറിൽ $30 റേറ്റ് കേട്ടോ. 3,80,000 കൊടുത്ത് എന്തായാലും നമ്മളിപ്പോൾ വാങ്ങിക്കുന്നില്ല, നമുക്ക് പിന്നെ വാങ്ങിക്കാം. നാളത്തേക്ക് വല്ലതും വന്നിട്ട് വാങ്ങിക്കാം കേട്ടോ. കം ടുമോറോ. ഓക്കെ. ചെകിർമ ചെകിർമ ചെകിർമ. Çekirme nerede? ഓ 250 lira. ചോർസു ബസാർ ചെകിർമ. O çekirme pisatiş. ആ ചോർസു ബസാർ എന്ന് പറഞ്ഞാൽ ചെകിർമ ഡിസ്കൗണ്ടുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. 250 مقبرة كان أكان. أيق آخر نرخ. 3,50,000 3,50,000 ആണ് ലാസ്റ്റ് പ്രൈസ്. ഓക്കെയാണ്, കുഴപ്പമില്ല. ഓക്കെയാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ ചാടിക്കറി ഒരു തീരുമാനം എടുക്കുന്നില്ല. إلا برامز وش بيرونيكه. ബിയർ കുടിക്കാന്നാണ് അവൻ പറയുന്നത്. മെട്രോ മെട്രോ. ഓക്കെ. حيوانات عالمیه برامز ما. സൂ حيوانات. سير. كيف. ഫ്രീ ആണോന്ന് ചോദിച്ചാൽ എന്തോ ഒരു സൂ ഉണ്ട് ഇവിടെ, അവിടെ പോകാന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചത് ഫ്രീ ആണോ. حيوانات عالمه. Hayvanat bağı diyen. بل. ഓക്കെ. ഈസ് ദെയർ ഹാവ് എനി എൻട്രൻസ് ഫീ ഓർ ടിക്കറ്റ് ഓർ സംതിങ്? Entry from 5,000 so. بيش مي. 5,000 so. But I have little bit money only right now. We can go tomorrow. Okay. കാരണം നമ്മളിൽ പൈസ കുറവാണ് കേസ്. അപ്പോൾ 5,000 രൂപ അവിടെ ടിക്കറ്റ് എന്ന് പറഞ്ഞത്. സൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ 5,000, 10,000 ആവും. കാരണം നമ്മൾ വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിലുള്ള ട്രാവലിംഗ് ആണ് കേസ്. അപ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുക, ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഇത് പരിമിതമായി ഇടപെട്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ യാത്രയുടെ ഉദ്ദേശം. നോട്ട് നൗ ബ്രോ, ഐ ഡോണ്ട് ഹാവ് മണി, ദാറ്റ്സ് വൈ. നോട്ട് നൗ, ടുമോറോ. വിഷയമാണ് ഗൈസ്, വിഷയമാണ്. എന്താണ് വിഷയമെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കാര്യം എന്താണെന്നുള്ളത്. മീ ടു ബ്രോ, ഐ ഡോണ്ട് ഹാവ് മണി ബ്രോ. Because if I have money, I will purchase the jacket. But I didn't purchase. You know that. I don't have money. I just want to purchase one thing in the mobile market. After I am going back to my room. പാമ്പ് കഴുത്തി ചുറ്റി എന്ന് പറയുന്ന പോലെയാണ് റബ്ബേ എൻ്റെ അവസ്ഥ. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കൊരു അനുഭവമായിരിക്കണം. ഞാൻ പറയാം, ലാസ്റ്റ് വന്നിട്ട് പറയാം കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഓക്കെ, ബൈ. ഗിമി. ഓക്കെ, വി ക്യാൻ മീറ്റ് ടുമോറോ. നാളെ നിന്നെ കണ്ട പോലെ തന്നെ കേട്ടോ. വി ക്യാൻ മീറ്റ് ടുമോറോ. I told you na, I don't have money because I want to purchase something. Tomorrow inshallah, okay? Tomorrow we can arrange. I don't have any money bro. We already had a lunch and everything. I don't have any money. I want to purchase something, so please leave me alone, okay? നിങ്ങൾക്ക് ഇതിന് എന്താ മനസ്സിലായി? കണ്ടില്ല, അവൻ എൻ്റെ പുറകെ കിടക്കുന്നത്. ഞാൻ വെറും മനുഷ്യ എന്താ പറയുക, ഒരു ഇത് പറയുമല്ലോ, മാനസിക പരിഗണന, അങ്ങനെ എന്തോ പറയത്തില്ലേ, മാനുഷിക പരിഗണനയുടെ പുറത്ത് അവൻ എന്നെ കൊണ്ടുപോയി പള്ളി കാണിച്ച് തന്ന് ഞങ്ങൾ ഒരുമിച്ച് നിസ്കരിച്ചു. അവൻ്റെ ജാക്കറ്റ് തന്നു. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ വിളിച്ചിട്ട് ഓക്കെ കം വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഇതായിട്ട് നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചൊക്കെ ചെയ്തു. ഇപ്പോൾ അവനെ 3,000 വേണം, 5,000 വേണം, 15,000 വേണം, 25,000 വേണം. ആ ഗ്രാൻഡ് മദറിന് സുഖമില്ല, റെൻറ്റ് കൊടുക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയല്ലോ. അതുകൊണ്ട് ഒറ്റൊരു മനുഷ്യനെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്താൽ മൂഞ്ചലാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ശരിക്കും ആ ട്രെയിനിൽ ഇരുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു ചെറുക്കൻ, ആ ഒരു പയ്യൻ, നിങ്ങൾക്കിത് ഇപ്പോൾ ഈ വിഷ്വലി കാണുന്ന പയ്യൻ കണ്ടോ, ഞാനോട് സംസാരിക്കുന്നത്, അവൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞതാ, ബ്രോ ഒരാളെ ഇവിടെ ട്രസ്റ്റ് ചെയ്യരുത്, ഉസ്ബെക്കിസ്ഥാനിലുള്ള ഒരാളെയും ട്രസ്റ്റ് ചെയ്യരുത്. ടൂറിസ്റ്റുകളെ അവർ വലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ കൂടുന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടെ കൂടുന്നത്. എല്ലാം കഴിയുമ്പോൾ പല കാര്യങ്ങളും പറയും. അതേപോലെ സംഭവിച്ചു.
അവൻ എന്താണോ പറഞ്ഞ അതേപോലെ തന്നെ ഇവൻ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നൈസിന് ഇവനെ ഇത്രയും അടുത്ത് പഴകിയിട്ട് മുഖം കറുപ്പിച്ചിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. ഇത്ര അടുത്ത് പഴകിയിട്ട് പോടാന്ന് പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഞാൻ സഹി കേട്ടാ പറഞ്ഞ ലീവ് മീ അലോൺ, എനിക്ക് പോകണം, നീ പോക്കോ, എനിക്ക് വേറെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് മാലിക് എന്ന് പറയുന്ന മാർക്കറ്റുണ്ട് തഷ്കന്തിൽ, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേ വീണ്ടും വന്നവൻ, എടാ ഒന്ന് പോടാ. ഓക്കെ ബൈ. ടുമോറോ ചോർസു ബസാർ ജാക്കറ്റ്. ഓക്കെ ഗൈസ്, ലാസ്റ്റ് ഇതാ ഇപ്പോഴാണ് അവൻ പോയത്. അവൻ ഒരു വിധത്തിൽ പോകുന്നില്ല. ഞാൻ ഇവിടെ മാലിക്ക ബസാർ എന്ന് പറഞ്ഞ ബസാറിൽ പോവാണ് ഹാർഡ് ഡിസ്ക് വാങ്ങിക്കാനായിട്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും മെട്രോ കയറി ഇങ്ങോട്ട് വന്നത്. ഇവനാണെങ്കിൽ ഒരു വിധത്തിൽ പോകുന്നില്ല. എനിക്ക് അപ്പോഴേ ബാഡ് അടിച്ചിട്ട് ഞാൻ അവൻ്റെ പറഞ്ഞു പോടാ, എടാ പൊക്കോ, എടാ നീ നീ ഒന്ന് പോയിത്താ. ഞാൻ പറഞ്ഞിട്ട് അവന് 15,000 വേണം, 20,000 വേണം. ലാസ്റ്റ് ഞാൻ പറഞ്ഞു നാളെ ഞാൻ വരാം, ജാക്കറ്റ് വാങ്ങണം, നാളെ ഞാൻ വരാം, നാളെ വന്നിട്ട് നമുക്ക് പോയി ജാക്കറ്റ് വാങ്ങിച്ചിട്ട് നാളെ ഞാൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങളിൽ പലരെങ്കിലും എന്നോട് ചോദിക്കുന്നുണ്ടാവും, നിനക്കിപ്പോൾ പൈസ എടുത്ത് കൊടുത്തുകൂടായിരുന്നോ, കൊടുത്താൽ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ പലരും കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പൈസ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഡ്രീം അല്ലെങ്കിൽ എൻ്റെ പാഷൻ്റെ പുറകെ പെട്ടെന്നൊരു ദിവസം എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഇറങ്ങി തിരിച്ച ഒരാളാണ് ഞാൻ. അതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്കറിയില്ല, കാരണം ഞാൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. പെട്ടെന്നൊരു ദിവസം ഞാൻ ഇറങ്ങി തിരിച്ച് ഞാൻ ഇതിന് വേണ്ടിയിട്ട്. സോ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ നല്ലൊരു വ്ളോഗർ ആവണം, നല്ലൊരു ട്രാവലർ ആവണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്. ഒരിക്കലും അതൊന്നും അച്ചീവ് ചെയ്യാനുള്ള അതിൻ്റെ 4/1 പൈസ പോലും എൻ്റെ കയ്യിലില്ല ഗൈസ്. അത് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാനും പല ആളുകളുടെ അടുത്ത്, ഞാൻ പോകുന്ന ഓരോ രാജ്യത്തും പല ആളുകളുടെ അടുത്തും പൈസ ചോദിച്ചും ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാണ്ട് ചോദിച്ചൊക്കെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനി വരുന്ന എപ്പിസോഡുകളിലൂടെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. അല്ലാതെ അതിനു മുന്നേ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്ത് നിനക്ക് കൊടുത്താൽ എന്താ എന്നൊന്നും പറയരുത്. സോ ഗൈസ്, ഞാൻ ഈ ഒരു പയ്യനെ ഒരിക്കലും കുറ്റം പറയില്ല. അവനൊരു മോശക്കാരനാണെന്നോ ഒന്നുമല്ല. അവൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് അവൻ്റെ അടുത്ത് വന്ന് പൈസ ചോദിച്ചത്. ഒരിക്കലും അവ ഒരു ചീറ്റ് ചെയ്യുന്ന ആളാണോ എന്നൊന്നും അല്ല കേട്ടോ. അങ്ങനൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. സോ ഗൈസ്, അപ്പോൾ ബൈ.